Now we can discuss about history of cloud computing. Under this topic we are going to cover client-server computing, peer-to-peer computing, distributed computing and cloud computing. Then first one, client-server computing. So before going to the detailed description, we can have a look at this figure. Here figure la ninge കാണാൻ കഴിയും clients are connected to the server through the internet. Okay, clients ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ലാപ്ടോപ്പ്, then ഒരു മൊബൈൽ ഫോൺ, then PC. ഇതൊക്കെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്. ഈ ക്ലയൻസ് ഇന്റർനെറ്റിലൂടെ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം. All the software applications, data and control resides on huge mainframe computers known as servers. നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും ഡേറ്റയും അതുപോലെ ഈ ആപ്ലിക്കേഷൻസും ഡാറ്റയും റൺ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാവിധ കൺട്രോളുകളും ഒക്കെ ഉണ്ടാവുന്നത് ഹ്യൂജ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, അതിനെ സെർവർ എന്ന് പറയുന്നു. ഈ സെർവറാണ് ആപ്ലിക്കേഷൻസും ഡാറ്റയും അതുപോലെ അത് കൺട്രോൾ ചെയ്യേണ്ട എല്ലാ പ്രോസസ്സുകളും സെർവ് ചെയ്യുന്നത്. ഓക്കെ, then users connected to the server via a computer terminal called a workstation or client or dumb terminal. നമുക്ക് ഒരു പർട്ടിക്കുലർ സെർവറിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ we have to be connected to the server through internet അല്ലേ. അപ്പോൾ ഈ സെർവറിൻ്റെ സർവീസ് ആവശ്യപ്പെടുന്ന വർക്ക് സ്റ്റേഷനെ പറയുന്നതാണ് ക്ലയൻസ് എന്ന്. ഓക്കെ, ഈ ക്ലയൻസ് അതിനാവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് അല്ലെ സർവീസ് ഒരു സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രൂ ഇൻ്റർനെറ്റ്. പിന്നെ ഇവിടെ നമ്മളൊരു ടേം കണ്ടു, ഡം ടെർമിനൽ എന്ന്. അതായത് ക്ലയൻറ്റ് ഡം ടെർമിനൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അതിന് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് പവറോ സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഡം ടെർമിനൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോറേജും ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റിയും അതുപോലെ എല്ലാം പ്രോസസ്സിംഗ് പവറും ഒക്കെ ഒരൊറ്റ സെർവറിലായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കിയൊക്കെ നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എയ്ഡ്, ആ ഒരു രീതിയിലാണ് ക്ലയൻസ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. Then if a user want to access a specific data or run a program, he has to be connected to that mainframe computer. നമുക്ക് ഒരു പർട്ടിക്കുലർ യൂസറിന് സർവീസോ ഡാറ്റയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂസർ ആ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള മെയിൻ ഫ്രെയിം സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. And this connection will be over the internet. Users can access the mainframe only when granted permission. ഒരു യൂസറിന് ആക്സസ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. Then two users could not access the same data. ഒരു യൂസറിന് ഒന്നിലധികം യൂസേഴ്സിന് ഒരു പർട്ടിക്കുലർ ഡാറ്റ അറ്റ് ദ സെയിം ടൈം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ ഇല്ല. A user have to wait until his turn comes. അതായത് സപ്പോസ് ഒരു യൂസർ ഒന്നിലധികം യൂസേഴ്സ് ഒരു പർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ആരാണോ റിക്വസ്റ്റ് ചെയ്തത് അയാൾക്കുള്ള ആക്സസ് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത യൂസറിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അതുവരെ അയാൾ ആ ഒരു റിക്വസ്റ്റിന് വേണ്ടി ആ സർവീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. Okay, next one, peer-to-peer computing. It's also known as P2P computing. നമ്മൾ നേരത്തെ ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ ഒരു ക്ലയൻറ്റും ഒരു സെർവറും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് പവറോ സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ സെർവറിന് എന്തുണ്ടായിരിക്കും? ഹൈ പ്രോസസ്സിംഗ് പവർ ആൻഡ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഒരു ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ പിയർ ടു പിയർ കമ്പ്യൂട്ടിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ peer-to-peer computing defines a network architecture in which each computer has equivalent capabilities and responsibilities. Peer-to-peer computingൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കുറേ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണ്.
കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഈ എല്ലാ പിയർ ടു പിയർ കമ്പ്യൂട്ടിങ്ങിലെ എല്ലാ നോട്ട്സിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവയ്ക്ക് ഈക്വൽ കേപ്പബിലിറ്റീസ്, ഒരേ കഴിവുകളായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ പറഞ്ഞാൽ ഇതിലുള്ള പിയർ ടു പിയർ കമ്പ്യൂട്ടിങ്ങിലെ ഓരോ വർക്ക് സ്റ്റേഷനും സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കാര്യത്തിലായാലും പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യത്തിലായാലും ഈക്വൽ ആയിരിക്കും അതിൻ്റെ കേപ്പബിലിറ്റീസ്. അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് സപ്പോസ് ഈ ഒരു വർക്ക് സ്റ്റേഷൻ ഒരു റിക്വസ്റ്റ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ, തൊട്ടടുത്ത വർക്ക് സ്റ്റേഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് സർവീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടുന്ന് തിരിച്ചും എന്തെങ്കിലും ഒരു സർവീസ് ആവശ്യപ്പെട്ടാൽ ഇറ്റ് ഹാസ് ടു ഹെൽപ്പ് ദിസ് വർക്ക് സ്റ്റേഷൻ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് നീഡ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ക്ലയൻറ്റ് സെർവർ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ കേപ്പബിലിറ്റിയും ആണ് ഉള്ളത്. In P2P environment, every computer is a client and a server. There is no master-slave relationship. Then P2P enables direct exchange of resources and services. There is no need for a central server. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ P2P കമ്പ്യൂട്ടിങ്ങിൽ എല്ലാവർക്കും ഈക്വൽ കേപ്പബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആണുള്ളത്. അതുപോലെ ദേ ഹാവ് ടു ഷെയർ ദെയർ റിസോഴ്സസ് ആൻഡ് സർവീസസ്. ഇവിടെ സപ്പോസ് എന്തെങ്കിലും ഒരു റിസോഴ്സ് ഇല്ല, സപ്പോസ് ഈ ഒരു വർക്ക് സ്റ്റേഷനിൽ ഒരു പ്രിന്റർ ഇല്ല എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റേഷന് തൊട്ടടുത്തുള്ള വർക്ക് സ്റ്റേഷനോട് പ്രിന്റർ സർവീസ് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റേഷന് പ്രിന്റർ സർവീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സർവീസിങ് ദ നിയറസ്റ്റ് വൺ. ഓക്കെ, ദെൻ സെക്യൂരിറ്റി, ബാക്കപ്പ്, അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര ആർ സം ഡിസഡ്വാൻറ്റേജസ്. ഈ ഒരു പിയർ ടു പിയർ കമ്പ്യൂട്ടിങ്ങിലുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് സെക്യൂരിറ്റി, ബാക്കപ്പ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കേസിൽ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൽ സെർവറിലായിരിക്കും കംപ്ലീറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടുന്ന് ഓൺലി ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ഇത് മാത്രമേ ക്ലയൻസ് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ സിസ്റ്റത്തിലും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് അവിടെ വരും. അവർ പരസ്പരം ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബാക്കപ്പ്, നേരത്തെയുള്ള കേസ് സെർവറിൽ, നേരത്തെ ക്ലയൻറ്റ് സെർവറിൽ ആ ഒരു സെർവറിലുള്ള ഡാറ്റ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ എല്ലാ വർക്ക് സ്റ്റേഷനിലുള്ള ഡാറ്റാസും ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഈ എല്ലാ കമ്പ്യൂട്ടറിനെയും എല്ലാ കൺട്രോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. Next we can move on to distributed computing. Distributed computing systems use multiple computers to solve a common problem. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് നോൺ ആസ് നോഡ്സ്. അതായത് കമ്പ്യൂട്ടേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടേഷനെ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നോഡ്സ് യൂസ് ദെയർ ഓൺ മെമ്മറി ആൻഡ് പാസ് മെസ്സേജസ് ബിറ്റ്വീൻ ദം. ആ ഒരു തേർഡ് പോയിന്റ് പറയുന്നതിന് മുന്നേ ഞാൻ സെക്കൻഡ് പോയിന്റ് ഒന്നും കൂടെ പറയാം. കമ്പ്യൂട്ടേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ടാസ്ക് ക്യൂ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ടാസ്ക് ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക്, ആ ടാസ്കിനെ സബ് ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്യും ആദ്യം തന്നെ. ഓക്കെ, എന്നിട്ട് അതൊരു ക്യൂയിലേക്ക് കൊടുക്കും. ടാസ്ക് will be subdivided into subtask and which is stored in a queue. അതിനുശേഷം it will be ഈ ടാസ്ക് എന്ത് ചെയ്യും, ഒരു ഷെഡ്യൂളർ, ഈ ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈ ടാസ്കിനെ സബ് ടാസ്കിനെ ഓരോരോ നോഡ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓരോരോ നോഡിനും അതിൻ്റെതായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്, അതിന് പ്രോസസ്സിംഗ് പവർ ഉണ്ടാവും. അപ്പോൾ ഈ അലോട്ട് ചെയ്തിട്ടുള്ള സബ് ടാസ്കിനെ അത് എക്സിക്യൂട്ട് ചെയ്യും.
അങ്ങനെ ആ എക്സിക്യൂട്ട് ചെയ്ത സബ് ടാസ്കുകളുടെ റിസൾട്ട്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ടാസ്കിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we have to divide a task into subtask and a scheduler will schedule this subtask to each node. കണക്ട് ചെയ്തിട്ടുള്ള ഓരോ നോഡ്സിലേക്കും സബ് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ അസൈൻ ചെയ്തിട്ടുള്ള സബ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് തിരിച്ച് ഈ നോഡ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കോൺസെപ്റ്റ്. അതിൽ എന്താണ് തേർഡ് പോയിന്റ് ഇനി നോക്കാം. നോഡ്സ് യൂസ് ദെയർ ഓൺ മെമ്മറി ആൻഡ് പാസ് മെസ്സേജസ് ബിറ്റ്വീൻ ദം. നോഡ്സിന് അതിൻ്റെതായിട്ടുള്ള മെമ്മറിയും പ്രോസസ്സിംഗ് പവറും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നോഡ്സ് പരസ്പരം കമ്മ്യൂണിക്കേഷനും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും റിസൾട്ട് കാര്യങ്ങൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ വേണമെങ്കിൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. Okay, then again the problems, disadvantages with this distributed computing are security, network issues, complexity, etc. Security നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മളിങ്ങനെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂസും വരും. ഈ സപ്പോസ് ഈ ഒരു നോഡുമായിട്ടുള്ള കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സബ് ടാസ്കിന്റെ റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ദെൻ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇവിടെ ടാസ്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം സബ് ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഷെഡ്യൂളർ യൂസ് ചെയ്ത് ഓരോരോ നോഡ്സിലേക്ക് അലോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കോംപ്ലക്സിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണെന്ന്? അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിന് ഒരു ടാസ്ക് കൊടുത്ത് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം സ്പാൻ വെയിറ്റ് ചെയ്യുന്ന അത്രയും റിസൾട്ട് കിട്ടാനുള്ള സമയത്തേക്കാളും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിലായിരിക്കും. എന്താ പറഞ്ഞാൽ നമ്മളെ സബ് ടാസ്കുകൾ പാരലലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു നോഡ് ഒരു സബ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സെയിം ടൈം ദ അനദർ നോഡ് വിൽ എക്സിക്യൂട്ട് ഇറ്റ്സ് ഓൺ സബ് ടാസ്ക്. അങ്ങനെ ഒരു സബ് ടാസ്കുകൾ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ടും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ക്ലൗഡ് computing where applications and files are hosted on cloud consisting of thousands of computers and servers all accessible and linked together and accessible through the internet. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ക്ലൗഡ് എന്താണെന്ന്. ക്ലൗഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണക്ഷൻ, ഒരു ഇന്റർ കണക്ഷൻ ഓഫ് തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെയും സെർവേഴ്സിന്റെയും ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം. നെറ്റ്വർക്കാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. കൂടാതെ ഓൾ ആക്സസിബിൾ ആൻഡ് ലിങ്ക് ടുഗെദർ ആൻഡ് ത്രൂ ദ ഇന്റർനെറ്റ്. എല്ലാം നമുക്ക് ഈ സെർവേഴ്സ് ഒക്കെ ആക്സസിബിൾ ആണ്. Only thing we need an internet connection. Okay, then individual users are connected to the cloud from their own device over the internet. ഒരാൾക്ക് ക്ലൗഡുമായി കണക്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരു ഡിവൈസും വേണം ആൻഡ് one internet connection. Then users sees the cloud as a single application. The hardware on the cloud is invisible. ഒരു യൂസറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ റിക്വസ്റ്റ് യൂസറിന് ഫീൽ ചെയ്യുന്ന എന്താണ്? അതൊരു സിംഗിൾ ആപ്ലിക്കേഷൻ ആണ്. അത് ആക്ച്വലി നമുക്കറിയാം ക്ലൗഡ് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ഈ ഒരു യൂസർ അവെയർ ആവേണ്ട കാര്യമില്ല. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ എന്തൊക്കെ ഹാർഡ്വെയർ വേണം, മെമ്മറി വേണം, ഇതിനെക്കുറിച്ചൊന്നും അയാൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഹി ക്യാൻ ജസ്റ്റ് ഗിവ് വാട്ട് എവർ സർവീസ് ഹി വാണ്ട്സ്. അത് ആ ഒരു റിക്വസ്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഈസി ടു യൂസ്. ഓക്കെ, ക്ലൗഡ് എന്ന് പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ആപ്ലിക്കേഷൻസും സ്റ്റോറേജും ഒക്കെ നമുക്ക് എത്രയും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ക്ലൗഡ് ആർക്കിടെക്ചർ. ക്ലൗഡ് ആർക്കിടെക്ചർ അതിൽ വരുന്ന കമ്പോണൻസ് ആണ് യൂസർ ഇന്റർഫേസ്, ദെൻ സിസ്റ്റം മാനേജ്മെന്റ്, പ്രൊവിഷനിങ് സർവീസസ്, ദെൻ ദ ക്ലൗഡ് ഇറ്റ്സെൽഫ്, ദെൻ വെബ് ആപ്ലിക്കേഷൻ. ഇതൊക്കെയാണ് ക്ലൗഡ് ആർക്കിടെക്ചറിൽ വരുന്ന കമ്പോണൻസ്. ഇത് ക്ലൗഡാണ്. ക്ലൗഡ് എന്ന് പറയുന്നത് ക്ലൗഡ് സെർവേഴ്സിൻ്റെ നെറ്റ്വർക്കാണ് ഇത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഒരു യൂസറിന് അയാൾക്ക് ആവശ്യമുള്ള സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറേജ് ആണെങ്കിലും
അത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഒരു ക്ലൗഡ് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓൾവേസ് ത്രൂ എ യൂസർ ഇൻ്റർഫേസിലൂടെ ആയിരിക്കും ക്ലൗഡ് സർവീസിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഗൂഗിൾ ഷീറ്റ് ലോഞ്ച് ചെയ്യണം. ഗൂഗിൾ ഷീറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വെബ് ബ്രൗസറിൽ പോയിട്ട് www.docs.google.com എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് നമുക്ക് ലോഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇൻ്റർഫേസിനെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ആയിരിക്കും. സപ്പോസ് നിങ്ങൾ ഗൂഗിൾ ക്രോം അങ്ങനെ എന്തെങ്കിലും വെബ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് ആണ്. യൂസർ ഇൻ്റർഫേസിലൂടെ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് വിൽ ബി ഹാൻഡിൽ ബൈ ദ നെക്സ്റ്റ് കമ്പോണൻറ്റ്, ദാറ്റ് ഇസ് സിസ്റ്റം മാനേജ്മെൻറ്റ്. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് സിസ്റ്റം മാനേജ്മെൻറ്റ് യൂണിറ്റ് ആയിരിക്കും. Okay, coming to this system management. System management എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് വഴി കിട്ടുന്ന റിക്വസ്റ്റ്, എന്തെങ്കിലും ഒരു സർവീസ് റിക്വസ്റ്റ് ഈ സിസ്റ്റം മാനേജ്മെൻറ്റ് യൂണിറ്റ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അതായത് ഏത് ടൈപ്പ് റിക്വസ്റ്റ് ആണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് ആ സിസ്റ്റം റിക്വസ്റ്റ് സർവീസ് ചെയ്യാൻ പറ്റിയ സെർവർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് എവിടെയാണോ ആ റിക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയാം. ഫോർ ദ ടൈം ബീങ് ഐ എം യൂസിങ് ദിസ് ടേം ആൻസർ. Whatever question you asked, its answer will be find out by this system management unit. Okay, നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന് അനുസരിച്ചുള്ള അതിൻ്റെ സർവീസ് ഏത് സെർവറിലാണോ ഉള്ളത് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം സിസ്റ്റം മാനേജ്മെൻറ്റ് യൂണിറ്റിനാണ്. എവിടെയാണോ ഉള്ളത് എന്നത് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിൻ്റെ ആ ഔട്ട്പുട്ട് വിൽ ബി ഗിവൺ ടു ദിസ് പ്രൊവിഷനിങ് സർവീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ആ റിക്വസ്റ്റ് ആ സോഴ്സിൻ്റെ ആ ഒരു സെർവറിൻ്റെ ലൊക്കേഷൻ ഈ പ്രൊവിഷനിങ് സർവീസിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ദിസ് പ്രൊവിഷനിങ് സർവീസ് വിൽ ആക്സസ് ദിസ് ക്ലൗഡ് സെർവേഴ്സ്. ഈ പ്രൊവിഷനിങ് സർവീസിന് ആ പർട്ടിക്കുലർ സർവീസിൻ്റെ ലൊക്കേഷൻ സിസ്റ്റം മാനേജ്മെൻറ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഈ ദെൻ പ്രൊവിഷനിങ് സർവീസ് എന്താ ചെയ്യേണ്ടത്? ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട സർവീസ് ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണൽ സർവീസ് എന്ത് ചെയ്യും? ക്ലൗഡ് സെർവേഴ്സ്, കുറേ ക്ലൗഡ് സെർവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, തൗസൻഡ്സ് ഓഫ് ക്ലൗഡ് സെർവേഴ്സ് ഉണ്ട് നമുക്ക്. അവിടെ ഏത് സെർവറിലാണോ നമ്മൾ ആവശ്യപ്പെട്ട സർവീസ് ഉള്ളത് അത് അവിടുന്ന് നമുക്ക് എടുത്തു തരിക ചെയ്യുന്നത് പ്രൊവിഷണൽ സർവീസ്. ഓക്കെ, എന്നിട്ട് നമ്മളെ ആ ഒരു യൂസർ ഇൻ്റർഫേസ് വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കുമല്ലോ എന്തായാലും. വി ആർ ഓൾവേസ് റിക്വസ്റ്റിംഗ് ഫോർ എ വെബ് ആപ്ലിക്കേഷൻ, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി ഗിവൺ ടു അസ്. ആ ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു തരും. പിന്നെ ഇതിൽ ഉള്ള ഒരു എക്സ്ട്രാ പാർട്ട് എന്ന് പറയുന്നത് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറിൽ നമുക്കൊരു മോണിറ്ററിംഗ് സിസ്റ്റം, നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്താണ് നമുക്ക്, അതായത് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം ഈ ഒരു സർവീസ് യൂസ് ചെയ്തു, നമ്മളെ യൂസേജ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് സിസ്റ്റവും കൂടെ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ്, എ യൂസർ വിൽ റിക്വസ്റ്റ് ഫോർ എ സർവീസ് ത്രൂ ദ യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസിലൂടെ യൂസർ റിക്വസ്റ്റ് കൊടുക്കും. ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ സിസ്റ്റം മാനേജ്മെൻറ്റ്, അല്ലേ? സിസ്റ്റം മാനേജ്മെൻറ്റ് യൂണിറ്റ് അത് ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം ഇറ്റ് വിൽ ബി ഗിവൺ ടു ദി പ്രൊവിഷനിങ് സർവീസ്. Provisioning service will access the particular server where the requested application resides. Then ആ ഒരു പർട്ടിക്കുലർ സർവീസ് ആക്സസ് ചെയ്തിട്ട് ആരാണോ ആ റിക്വസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെ ആ റിക്വസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, അവർക്ക് ആ റിക്വസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് ഞാൻ വായിക്കാം.
the users select a task or service, either starting an application or opening a document using front-end interface. Then user's request then gets passed to the system management, which finds the correct resource. Then calls the system appropriate provisioning services. These services provide necessary resources in the cloud, launch the appropriate web application, and either creates or opens the requested document. എന്ന് പറയുന്നത് ഫസ്റ്റില് യൂസർ ടാസ്ക് ഓർ സർവീസ് അത് ഒന്നുകിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള അങ്ങനെ റിക്വസ്റ്റ് ഫ്രണ്ട് എൻഡ് ഇന്റർഫേസിലൂടെ കൊടുക്കും. ആ റിക്വസ്റ്റ് സിസ്റ്റം മാനേജ്മെന്റ് പ്രോസസ്സ് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള സർവീസ് കിടക്കുന്നത് അവിടെ ആ റിസോഴ്സിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അതിനുശേഷം ഈ ലൊക്കേഷൻ വിൽ ബി ട്രാൻസ്ഫർ ടു ഒരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ അഡ്രസ്സും കാര്യങ്ങളും വിൽ ബി ട്രാൻസ്ഫർ ടു ദി പ്രൊവിഷനിങ് സർവീസ്. പിന്നെ ഈ പ്രൊവിഷനിങ് സർവീസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആവശ്യപ്പെട്ട ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള റിക്വസ്റ്റോ ഒക്കെ പ്രോസസ്സ് ചെയ്ത് അത് ഏത് സെർവറിലാണോ ഉള്ളത് ആ സെർവറിന് അത് ആക്സസ് ചെയ്ത് നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്യിക്കുന്ന പോർഷനാണ് ഇത് provisioning service എന്ന് പറയുന്നത്. Okay, these services provide the necessary resources in the cloud, launch the necessary resources in the cloud. അതെന്ന് പറയുന്നത് launch the application, the appropriate web application, അല്ലെങ്കിൽ creates or opens the requested document. ഈ രണ്ട് ടൈപ്പ് സർവീസസും ആരാണ് ലോഞ്ച് ചെയ്യുക? Provisioning services. Okay, then next one. After the web application is launched, the system's monitoring and metering functions track the usage of the cloud so that resources are allocated to the proper users. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സിസ്റ്റം മോണിറ്ററിംഗ് യൂണിറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ എത്രത്തോളം ആ ക്ലൗഡിന്റെ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എത്രമാത്രം സ്റ്റോറേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രമാത്രം സെക്യൂരിറ്റി അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് സിസ്റ്റംസ് മോണിറ്ററിംഗ് ആൻഡ് മീറ്ററിംഗ് യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഓർ ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Mainly there are 4 kinds of clouds. One is public cloud, then second one is private cloud, then community cloud, hybrid cloud. ഇങ്ങനെ 4 ടൈപ്പ് ക്ലൗഡ്സ് ആണ് ഉള്ളത്. ഒന്ന് പബ്ലിക്, പ്രൈവറ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ്സ്. ഓരോന്നും വൺ ബൈ വൺ ആയി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ക്ലൗഡ്. A cloud is called a public cloud when the services are offered over a network that is open for public use. The cloud service providers provide in the services. അത് ആപ്ലിക്കേഷൻ ആവാം, സ്റ്റോറേജ് ആവാം, അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ ആയാലും അത് പബ്ലിക്കിന് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളതിനാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, a cloud is a public cloud is called a public cloud when the services are offered over a network that is open for public use. Public cloud services may be free. Public cloud services mostly free ആയിരിക്കും. It is most economical option for users in which the service provider bears the expense of bandwidth and infrastructure. ഈ പബ്ലിക് ക്ലൗഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ യൂസേഴ്സിന് ഇക്കണോമിക്കൽ ഓപ്ഷനാണ്. എന്താ പറഞ്ഞാൽ ആ ഒരു യൂസറിന് ഒരു ആപ്ലിക്കേഷൻ, നമ്മളിതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. പബ്ലിക് ക്ലൗഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. സാധാരണ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓർ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് യൂസർ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പബ്ലിക് ക്ലൗഡ് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂസർ അതിനെപ്പറ്റി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും അതുപോലെ
പ്രോസസ്സിംഗ് പവർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് പവർ, ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് all that will be handled by the service providers. സർവീസ് പ്രൊവൈഡർ അതൊക്കെ നോക്കിക്കോളും. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ കോസ്റ്റ്, സീറോ മെയിൻ്റനൻസ് ആൻഡ് ഓൺ ഡിമാൻഡ് സ്കേലബിലിറ്റി. പബ്ലിക് ക്ലൗഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ കോസ്റ്റ്. നമ്മൾ പറഞ്ഞ മോസ്റ്റ്ലി എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഫ്രീ ആയിരിക്കും, പക്ഷേ കുറച്ച് ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ചാർജ് പേ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ സീറോ മെയിൻ്റനൻസ്, അത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ ചെയ്യണം അല്ലേ. സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷനും അതിലെന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ക്ലൗഡിൻ്റെ കാര്യത്തിൽ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. ദെൻ ഓൺ ഡിമാൻഡ് സ്കേലബിലിറ്റി. ഓൺ ഡിമാൻഡ് സ്കേലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂസറിൻ്റെ ഡിമാൻഡിനനുസരിച്ച് അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനും നമുക്ക് ആ ഫീച്ചേഴ്സ് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പബ്ലിക് ക്ലൗഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് the public cloud is not suitable for organizations operating with sensitive information as they have complied with stringent security regulations. അതെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ക്ലൗഡ് എല്ലാവർക്കും ആക്സസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സെൻസിറ്റീവ് ഡേറ്റ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അടുത്തതായി പ്രൈവറ്റ് ക്ലൗഡ് എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് ക്ലൗഡ് മീൻസ് യൂസിങ് എ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ബൈ വൺ കസ്റ്റമർ ഓർ ഓർഗനൈസേഷൻ. ഒരു കസ്റ്റമറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഉള്ളതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ബിൽഡ് ആൻഡ് മാനേജ് their own data centers for specific business and IT needs or operations. അതായത് ഒരു പർട്ടിക്കുലർ യൂസറിന് അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് ആ ഓർഗനൈസേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തിട്ടുള്ള ഇതാണ് ക്ലൗഡ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഡേറ്റ മാനേജ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൈവറ്റ് ക്ലൗഡ് ആകുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി കൂടുതൽ, അവരുടെ ഡേറ്റ സെക്യൂരിറ്റി കൂട്ടാൻ പറ്റുന്നതായിരിക്കും. എന്തെന്ന് വെച്ചാൽ ആ ഒരു പ്രൈവറ്റ് ക്ലൗഡിലുള്ള ഡേറ്റാസും ആപ്ലിക്കേഷൻസും ഒക്കെ ആർക്ക് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ? ആ ഒരു പർട്ടിക്കുലർ ആരാണോ ഇത് ഓൺ ചെയ്തിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന് മാത്രമേ ഈ ഡേറ്റാസൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ളൂ. ഇറ്റ് യൂസസ് ഡെഡിക്കേറ്റഡ് ഓർ പ്രൈവറ്റ് ഹാർഡ്വെയർ. അതിന് പർട്ടിക്കുലർ ഹാർഡ്വെയർ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹാർഡ്വെയർ ആവശ്യമുണ്ട്. The private cloud provides more control over customizability, scalability and flexibility while improving security of assets and business operations. പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് കസ്റ്റമൈസബിലിറ്റി, സ്കേലബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി. അതോടൊപ്പം തന്നെ എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റി. അവരുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ അവരുടെ ഡാറ്റ സെക്യൂർ ആയിരിക്കണം. അപ്പോൾ ഇതുകൂടെ പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസീസ് ടിപ്പിക്കലി ഓപ്റ്റ് ഫോർ പ്രൈവറ്റ് ക്ലൗഡ്. സാധാരണയായി വലിയതായിട്ടുള്ളതും ഒരു മീഡിയം സ്കെയിലുള്ള ഫിനാൻഷ്യൽ എന്റർപ്രൈസസും ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്ലൗഡിനെ ആയിരിക്കും. സപ്പോസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്തിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കുറയും. ബിക്കോസ് പബ്ലിക് ക്ലൗഡിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും ഡാറ്റ. പക്ഷേ പ്രൈവറ്റ് ക്ലൗഡ് ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗനൈസേഷന് അവരുടെ ഡാറ്റ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റയിലേക്കുള്ള ആക്സസിബിലിറ്റി അവർക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. Different communities who have shared objectives, for example, mission, security requirements, policies and complaints considerations, can use community cloud. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് എന്താണ് ഷെയർഡ് ഒബ്ജക്റ്റീവ്സ്, ഷെയർഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ കമ്മ്യൂണിറ്റി ക്ലൗഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. They can use demand specific computing environments and applications. അവർക്ക് അവരുടേതായിട്ടുള്ള എൻവയോൺമെന്റ്സും ആപ്ലിക്കേഷൻസും ഒക്കെ ഇതിൽ ആക്സസിബിൾ ആയിരിക്കും കമ്മ്യൂണിറ്റി ക്ലൗഡിൽ.
ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇനി ഒരു മീഡിയ ഇൻഡസ്ട്രി എക്സാമ്പിൾസ് ഇത് പറഞ്ഞിട്ടുണ്ട്. മീഡിയ ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി, സയൻറ്റിഫിക് റിസർച്ച്, ട്രേഡിംഗ് ഫേംസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫേമിൽ അവർക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേം എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫേമിൽ ഏത് പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത്, ഏത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലും ലാംഗ്വേജിലൊക്കെയുള്ള അപ്ഡേഷൻസ്, അതുപോലെ അതിൽ നമ്മൾ ലൈബ്രറീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ കുറേ ലൈബ്രറീസൊക്കെ അതിൻ്റെ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലർ ലൈബ്രറീസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ലൈബ്രറീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ ആ ലൈബ്രറീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലൗഡിൽ അത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫേമിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് പുറമെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യം വരുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പർട്ടിക്കുലർ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുക, അവർ ആക്സസ് ചെയ്യുക. അപ്പം ഇതൊക്കെ കമ്മ്യൂണിറ്റി ക്ലൗഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു മീഡിയ ഇൻഡസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, മീഡിയ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതുപോലെ വീഡിയോ മിക്സിംഗ് മൊഡ്യൂൾസ്, ഫങ്ഷൻസ്, അതൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് ആക്സസിബിൾ ആയിരിക്കും. ഇപ്പോൾ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കോസ്റ്റ് റിഡക്ഷൻ, ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി, പ്രൈവസി, റിലയബിലിറ്റി, ഈസ് ഓഫ് ഡേറ്റ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ ഈ ഒരു സംഭവം കമ്മ്യൂണിറ്റി ക്ലൗഡിൽ നമ്മൾ പറഞ്ഞു ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്കത് ആ ഒരു പർട്ടിക്കുലർ ഇത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് വി ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് യൂസ്. ദെൻ ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി. ഈ കമ്മ്യൂണിറ്റി ക്ലൗഡിൽ ഓൾമോസ്റ്റ് സിമിലർ ടു ദറ്റ് പ്രൈവറ്റ് ക്ലൗഡ് അല്ലേ. പ്രൈവറ്റ് ക്ലൗഡിനോട് ചെറുതായിട്ടൊരു സാമ്യമുണ്ട്. എന്താ പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് മാത്രമേ ആ ഒരു ഡേറ്റാസൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടില്ല. പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്തായിരിക്കും, അവർ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കോമൺ ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ ഇത് പബ്ലിക് ക്ലൗഡ് പോലെ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രൈവസിയും റിലയബിലിറ്റിയും ഒക്കെ കൂടുതലായിരിക്കും. ദെൻ ഈസ് ഓഫ് ഡേറ്റ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കമ്മ്യൂണിറ്റി ക്ലൗഡിലുള്ള മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ള ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഒന്നിലധികം ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്ന, അതായത് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് കമ്മ്യൂണിറ്റി ക്ലൗഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് ഹൈബ്രിഡ് ക്ലൗഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പൈൻ ചെയ്തിട്ടുള്ള വരുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹൈബ്രിഡ് ക്ലൗഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ക്ലൗഡ് providing for more flexibility to business while having control over critical operations and assets. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും പബ്ലിക് ക്ലൗഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പബ്ലിക് ക്ലൗഡിൻ്റെ ഫീച്ചേഴ്സും പ്രൈവറ്റ് ക്ലൗഡിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, providing more flexibility to business while having control over critical operations and assets. അപ്പം പബ്ലിക് ക്ലൗഡിലാവുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ക്ലൗഡിലാവുമ്പോൾ നമ്മളെ ഡാറ്റ എന്തായിരിക്കും, മോർ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെക്യൂർ ആവുന്ന, അപ്പോൾ ഈ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് നമുക്ക് എവിടെ കിട്ടും? ഹൈബ്രിഡ് ക്ലൗഡിൽ നമുക്ക് കിട്ടും. The hybrid cloud architecture enables companies to take advantage of the public cloud as and when necessary due to their easy workload migration. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് ക്ലൗഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പബ്ലിക് ക്ലൗഡിൻ്റെയും പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും അഡ്വാൻറ്റേജ് കിട്ടും. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ നിന്ന് ഈസി മൈഗ്രേഷൻ, വർക്ക് ലോഡ് മൈഗ്രേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊരു എക്സാമ്പിളിലൂടെ പറയാം.
പബ്ലിക് ക്ലൗഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യാം. അതുപോലെ വൈൽ കീപ്പിംഗ് ദെയർ ഡേറ്റ സെക്യൂർ ത്രൂ എ പ്രൈവറ്റ് ക്ലൗഡ്. അതേസമയം പബ്ലിക് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു പ്രൈവറ്റ് ക്ലൗഡും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ലോഡ് മൈഗ്രേഷൻ വരുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ കസ്റ്റമർ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ എ public cloud. While saving their data or details we can use a private cloud. ഇതാണ് ഈസി വർക്ക് ലോഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്.